പെട്ടെന്നൊരു മുട്ടക്കറി ആയാലോ. അതിനു വേണ്ടി ഒരു തക്കാളി കഷ്ണങ്ങളായി മുറിച്ചെടുത്ത് അതിൽ അല്പം ഉപ്പും ചേർത്ത് ചതച്ച മുളകും 1/2 ഗ്ലാസ് വെള്ളവും ചേർത്ത് അടുപ്പിൽ വെച്ച് വേവിക്കുകയാണ്. തക്കാളി നല്ല വെന്തിട്ടുണ്ട്. ഇതിൽ ഒരു 1/4 സ്പൂണ് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് തീ ഓഫ് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ തൊലി കളഞ്ഞ് മിക്സിയിൽ അടിച്ചെടുക്കണം. മുട്ടക്കറിക്ക് വേണ്ടി സ്റ്റൗ കത്തിച്ച് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് 3 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ചെറിയ 2 പട്ട, 2 ഗ്രാമ്പു, 2 ഏലക്ക, സാജീരകം ഒരു 1/4 സ്പൂണ് അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇതെല്ലാം പൊട്ടി വരുന്നുണ്ട്. അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൊത്തി അരിഞ്ഞത് 1 സ്പൂണ് അതുകൂടെ ഇതിലേക്ക് ഇടാം. ഇതിലേക്ക് ചേർത്ത ശേഷം പച്ചമുളകും കൂടെ ചേർത്ത് വഴറ്റാം. ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ സവാള നൈസായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഉള്ളി നല്ലതുപോലെ വഴറ്റണം. ഉള്ളി വഴണ്ട് വരുന്നുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 സ്പൂണാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. സവാള നല്ലതുപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ആവശ്യമായത് 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി. ഇതിലേക്ക് ഇനി ആവശ്യമുള്ളത് 1 സ്പൂണ് മല്ലിപ്പൊടി, 1 സ്പൂണ് മുളക് പൊടി, അത് 1 ടീസ്പൂണാണ്. ഇതിന് ചതച്ച മുളക് തക്കാളിയിൽ കൂടെ അരച്ചിട്ടുള്ളത് കാരണം ഇത്ര എരിവ് നോക്കിയിട്ട് ഇനി ചേർക്കാം. ഇത് മസാലപ്പൊടി ഒരു 1/4 സ്പൂണ്. ഇതിലേക്ക് ഞാൻ ചിക്കൻ പൗഡറും കൂടെ ചേർക്കുകയാണ്. അതും ഒരു 1/4 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ഇതിനെ വീണ്ടും ഒന്നുകൂടെ വഴറ്റി കൊടുക്കാം. നല്ല ബ്രൗണായി വരുന്നുണ്ട്. ഇത് തക്കാളിയുടെ സോസ്. ഇത് മിക്സിയുടെ ജാറിൽ അരച്ചെടുത്തതാണ്. നല്ലതുപോലെ മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതങ്ങനെ അരക്കേണ്ടതുണ്ട്. തരിയൊന്നും പാടില്ല. ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞതാണ്. ഇതിലേക്ക് ചേർക്കാം. മസാല എല്ലാം ചേർത്ത് തക്കാളി സോസ് ഒഴിച്ച് കഴിഞ്ഞാൽ ഇതിനെ നല്ല വറുക്കണം. നല്ല വറുത്തി എണ്ണ ഇതുപോലെ വരണം. എണ്ണ തെളിഞ്ഞ് വരുന്നത് കണ്ടല്ലോ. ഇതുപോലെ ഇത്രയും വരെ വഴറ്റണം. അതിന് ശേഷം ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. മുട്ടക്കറി ഏകദേശം റെഡിയായി വരുന്നുണ്ട്. ഗ്രേവി കുറുകി വരുന്നുണ്ട്. ഇതിലേക്ക് ഇനി ഒരു 1/2 മുറി തേങ്ങ തിരുമ്മി
മിക്സിയിൽ അരച്ച് പിഴിഞ്ഞെടുത്തതാണ്. നല്ല കട്ടി ഉള്ള പാലാണ്. അത് ഇതിലേക്ക് ഒഴിക്കുക. അതും കൂടെ ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് തിളച്ചിട്ട് ഓഫ് ചെയ്യാം. ഇത് തിളച്ച് കുറുകിയിട്ടുണ്ട്. ഇത് ഇനി ഒരു സാധനം കൂടെ ഇതിൽ കൂടെ ഒരു ഐറ്റം കൂടെ ഇടാറുണ്ട്. അത് 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി. തീ ഓഫ് ചെയ്ത് കടു താളിച്ച് ഒഴിക്കാം. കറി റെഡി ആയിട്ടുണ്ട് ഇവിടെ. ഇത് എല്ലാവരും ട്രൈ ചെയ്യുക. നല്ല ടേസ്റ്റിയായ ഒരു ഡിഷാണ് ഇത്. അപ്പത്തിൻ്റെ കൂടെ, ഇടിയപ്പത്തിൻ്റെ കൂടെ, പൊട്ടിൻ്റെ കൂടെ, എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ ഒരു ഡിഷാണ്. ഇതെല്ലാവരും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കല്ലേ.